പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ആകട്ടെ കൂടുതൽ ജാഗ്രതയോടെയാണ് ഓരോ ചുവടും വയ്ക്കുന്നത്. ശത്രുവിന്റെ ഏതൊരു നീക്കത്തെയും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യ ഇപ്പോൾ സജ്ജമായിരിക്കുകയാണ്. ഇന്ത്യ ആകട്ടെ ഇപ്പോൾ അതിർത്തിയിൽ ആയുധം സജ്ജമാക്കിയിരിക്കുകയാണ് എന്ന ചില റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഡ്രോണുകളുടെ മരണമെന്ന് വിളിക്കുന്ന സോവിയറ്റ് നിർമ്മിത 23 mm ഡബിൾ ബാരൽ ZU-23 തോക്കുകളാണ് ഇപ്പോൾ അതിർത്തിയിൽ വിന്യസിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ തോക്കിന് മിനിറ്റിൽ 2000 റൗണ്ട് വെടിവെക്കാൻ കഴിയുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ലഫ്റ്റനന്റ് സൗരവ് പ്രതാപ് സിംഗ് ആണ്. ആധുനിക നൈറ്റ് വിഷൻ സിസ്റ്റം ഘടിപ്പിച്ച ഈ ഒരു രീതി അല്ലെങ്കിൽ ഇതിനുശേഷം രാത്രിയുടെ ഇരുട്ടിൽ പോലും കണ്ണിമ വെട്ടുന്ന സമയത്തിനുള്ളിൽ തന്നെ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെയും ഹെലികോപ്റ്ററുകളെയും നശിപ്പിക്കാൻ ഈ തോക്കുകൾക്ക് കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത്. ആയതിനാൽ തന്നെ ശത്രുവിന്റെ ഏതൊരു നീക്കത്തെയും ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ തകർക്കാൻ കഴിയും. കൊതുക് ഡ്രോണുകൾ പോലും ഇതിന്റെ മുന്നിൽ പെടുകയും, അതായത് ഈ റഡാർ സിസ്റ്റത്തിനുള്ളിൽ തന്നെ ഈ തോക്കുകൾക്ക് ഇതിനെ കാണാനും കണ്ടെത്തുവാനും നശിപ്പിക്കുവാനും കഴിവുണ്ട് എന്നതാണ് ഏറ്റവും ഗുണകരമായ നേട്ടമായി തന്നെ ഇവിടെ എടുത്തു പറയുന്നത്. അതേസമയം ഏപ്രിൽ 22-ന് പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി തന്നെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വഴി പാകിസ്ഥാന് ശക്തമായ മറുപടിയാണ് നൽകിയത്. പ്രത്യാക്രമണം നടത്താനുള്ള പാക് സൈന്യത്തിന്റെ ശ്രമങ്ങളും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. ഇപ്പോൾ അതിർത്തിയിൽ കൂടുതൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് ഇന്ത്യ. ബ്രിഗേഡ് കമാൻഡർ ബ്രിഗേഡിയർ വിക്രം ഛത്രത്തിന്റെ അഭിപ്രായത്തിലാണ് സൈന്യം തങ്ങളുടെ പരമ്പരാഗത വിമാനവേദ തോക്കുകൾ അടക്കം തന്നെ ആധുനിക റഡാർ നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ ഇവിടെ നവീകരിച്ചതായി തന്നെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ ആകാശ് തീർ ആശയവിനിമയ സംവിധാനം വഴി സൈന്യത്തിനും വ്യോമസേനയ്ക്കും അതിനിടയിൽ തത്സമയ ഡാറ്റ പങ്കിടുന്നുണ്ട് എന്നതും അതിലൂടെ തന്നെ ശത്രുവിന്റെ ഓരോ നീക്കവും സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കപ്പെടുന്നതായി ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് വാങ്ങിയ അത്യാധുനിക ഈഗ്ല എസ്മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോൾ ഇന്ത്യൻ സൈനികരുടെ കൈവശമുണ്ട്. വെറും 18 കിലോഗ്രാം ഭാരമുള്ള ഈ സംവിധാനം ഇൻഫ്രാറെഡ് എൻജിൻ ചൂട് ഉപയോഗിച്ചുകൊണ്ട് 6 കിലോമീറ്റർ പരിധിയിലുള്ള ഏതൊരു യുദ്ധവിമാനത്തെയും ഡ്രോണിനെയും ട്രാക്ക് ചെയ്ത് നശിപ്പിക്കാൻ സാധിക്കുന്നവയാണ്. അതേപോലെ തന്നെ ലഫ്റ്റനന്റ് കേണൽ വിശാൽ കുമാർ L-17 വിമാനവിരുദ്ധ തോക്കിന്റെ ശക്തിയും പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വീഡിഷ് കമ്പനിയായ ബോഫേഴ്സ് വികസിപ്പിച്ചെടുത്തതും ഇന്ത്യയിൽ നിർമ്മിച്ചതുമായ ഈ തോക്കിൽ ആകട്ടെ ഇപ്പോൾ ഒരു ഓട്ടോ ട്രാക്കിംഗ് സിസ്റ്റം സജ്ജീകരിച്ചതായി തന്നെ വിലയിരുത്തപ്പെടുന്നു. മിനിറ്റിൽ 30 റൗണ്ട് വെടിവെപ്പ് ഡ്രോണുകളുടെ കൂട്ടത്തിനെയും ഇത് നശിപ്പിക്കാൻ കഴിയുന്നതായി തന്നെ വിലയിരുത്തപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.